ഒളവണ്ണ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബിജെപിയിൽ നിന്നും മത്സരിക്കുന്നത് പി.കെ. മധുവാണ്. മധുവിന്റെ പ്രതികരണത്തിലേക്ക്. എൻ്റെ പേര് മധു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് കുടനാട്ടുമുക്ക് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. ബിജെപി ഇവിടെ ഉന്നയിക്കുന്നത് മാറാത്തത് മാറും, അവസരം ഒരു വികസനം തരാം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഇപ്പോഴും നമ്മൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും എത്താനുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബിജെപി ഈ ഇലക്ഷനിൽ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടനവധി അഴിമതിയുടെ കൂത്തരങ്ങളായി മാറുന്ന അവസരം നമുക്കാണ്. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന മാവത്തുംപടി സ്റ്റേഡിയത്തിലാണ്. 1 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ സ്പോർട്സ് പ്രേമികൾക്ക് ഇന്ന് ഫുട്ബോൾ കളിക്കാർക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ തൊട്ടടുത്ത് പാലറുമ്പ് ആയുർവേദ ഡിസ്പെൻസറി ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം രേഖകൾ പരിശോധിക്കാതെ അത് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ഉപകാരം പ്രാഥമികമായ ഒരു ആവശ്യമായ ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ്. അതുപോലെ തന്നെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ മനസ്സിലാക്കുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ് മുടക്കി ആ പഞ്ചായത്തിന്റെ അപ്സ്റ്റെയർ നന്നാക്കി നല്ല താഴെത്തട്ടിൽ ചെറിയ മഴ പെയ്താൽ പോലും ഓഫീസിന്റെ അകത്തേക്ക് വെള്ളം വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ ബന്ധന മാവത്തമ്പടി റോഡ്, ചെറുകര മാവത്തമ്പടി റോഡ്, എല്ലാ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് ജനങ്ങൾക്ക് യാത്രയ്ക്ക് ദുസ്സഹമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളെ ജനങ്ങളിലേക്ക് അത്തരം കാര്യങ്ങളെ വികസനത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്ക് സുസ്ഥിരമായ ഒരു വികസനം എത്തിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാർഷിക വില, ഞാൻ പ്രത്യേക ഒരു കർഷക അവാർഡ് നേടിയ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒരു കർഷകനും കൂടിയാണ്. ഒളവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ തരിശായി കിടക്കുന്ന ഭൂമികളുണ്ട്. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെയും സന്നദ്ധ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക മുന്നേറ്റം കൊണ്ടുവരാൻ ഒളവണ്ണ മുന്നേ ഒരു ലോകത്തെ നിലവാരത്തിലേക്ക് എത്തിയ കാർഷിക പഞ്ചായത്തായിരുന്നു. അതെല്ലാം മാറിക്കൊണ്ട് ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിക്കൊണ്ട് സുസ്ഥിരമായ ഒരു വികസനം നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒളവണ്ണ പഞ്ചായത്തിലെ ഓരോ വീട് എടുത്താലും നമുക്ക് മനസ്സിലാകും കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയും ഇല്ലാത്ത വീടുകളില്ല. കിസാൻ സമ്മാൻ നിധി 6526 പേർ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നു. ജലജീവൻ അതും 2400 രൂപയുടെയാണ് സാധാരണക്കാരന് അത് കയ്യിലേക്ക് എത്തുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ആവുന്ന സമയത്ത് നമ്മൾ 20,000, 15,000, 18,000 കൊടുത്ത സ്ഥാനത്ത് ഇന്ന് വെറും 2400 രൂപ കൊടുത്തിട്ട് ഓരോ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നു. അതുപോലെ സാധാരണക്കാരായ നിത്യ രോഗികളായ ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 3 ഷോപ്പുകൾ നമ്മൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് അതുപോലെ ഇപ്പം ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും ബിപിഎൽ എപിഎൽ ഭേദമന്യേ എല്ലാവർക്കും ആരോഗ്യമുള്ള അവസ്ഥയിൽ രോഗത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ അത് നമ്മുടെ കേരളത്തിൽ നടപ്പിലായില്ല. കേന്ദ്രം 60%, 40% സംസ്ഥാന സർക്കാർ വരും. പക്ഷെ സംസ്ഥാന സർക്കാർ അതിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ആ തുക കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബിപിഎൽ എപിഎൽ ബിപിഎൽ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് 2013 ലിസ്റ്റ് പ്രകാരം എല്ലാ ബിപിഎൽ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ ഇൻഷുറൻസ്. അതുപോലെ ഉജ്ജ്വല യോജനയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ബിപിഎൽ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ. ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് എല്ലാ ബിപിഎൽ കുടുംബങ്ങൾക്കും ഒരു അംഗത്തിന് 5 കിലോ അരി വെച്ച് 2030 വരെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ സാധാരണക്കാരെ വീടില്ലാണ്ട് ലോണ് കൊടുക്കുന്ന മുദ്രാ ലോണ്, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് ഉപരിപഠനം നടത്താൻ വേണ്ടിയിട്ട് വിദ്യാലക്ഷ്മി ലോണ്, ഇത്ര ഒട്ടനവധി കേന്ദ്രത്തിന്റെ പദ്ധതികൾ. പ്രത്യേകിച്ചും നമ്മൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ മേഖലയിൽ ഫറൂഖ് ആയാലും കോഴിക്കോട് റെയിൽവേ ആയാലും കോടിക്കണക്കിന് ഉറുപ്പിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കണം. പ്രത്യേകിച്ചും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ബിജെപിയുടെ NDA സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മാറ്റം കേരളത്തിലും അതുപോലെ തന്നെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലും എത്തണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്.